വെച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറുന്ന ഒരു തരം ജ്യൂസാണിത്. ഇത് ഇപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് ഇതൊക്കെ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അന്നൊന്നും ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. ഇപ്പം നമ്മളിതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളായ എല്ലാ അസുഖങ്ങളും നമുക്ക് കയറി പിടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു അസുഖവും ഇതുവരെ ഇല്ല. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇതേലൊരല്പം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും കയറി പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇത് കഴിക്കാം, ഇത് ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാനിതിനെ കേടുകൂടാതെ നമ്മളതിനെ ആക്കി, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നത് ഈ ഭരണിയിലാണ്. ഈ ഭരണിയിൽ ഇതിനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കേടുകൂടാതെ ഇതൊരു വേറൊരു രൂപത്തിലാക്കി ഇതിനെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കണ്ണാടി പോലെ ഇത് കണ്ണാടി പോലെ കണ്ടില്ലേ തെളിഞ്ഞ് വരുന്നത്. ഒരു ദോഷഫലങ്ങളും ഉള്ളതല്ലിത്. ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ പരിശോധിച്ച റിസൾട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ലൈസൻസും ഉണ്ട്, ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം നമുക്കിതിനകത്തിലുണ്ട്. ഇതിങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞ് വരുന്നതിനാണ് നമ്മൾ പറയും വൈനിൻ്റെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടൻ്റ് ഒന്നും ഉള്ളതല്ല. ഇതിങ്ങനെ തെളിഞ്ഞിരിക്കും. അത് കേടുകൂടാതെ ഇതിനെ നമ്മൾ ഭരണിയിലാക്കി വെച്ചത് കൊണ്ടാണ് അത് തെളിഞ്ഞിങ്ങനെ വരുന്നത്. ആ ഭരണിയിലാണ് ഇതിൻ്റെ കണക്ക് മുഴുവനും ഇരിക്കുന്നത്. ഇത് യാതൊരു കേടുമില്ല, നമുക്ക് വർഷങ്ങളിരിക്കും, ഒരു കേടും ഇതിനുണ്ടാകത്തില്ല. പണ്ട് കാലത്ത് നമ്മളൊക്കെ വീടുകളിൽ ഉപ്പുമാങ്ങ ഭരണിയിലല്ലയോ മാങ്ങ ഉപ്പിലിട്ട് 3, 4, 5 വർഷം അത് കേടുകൂടാതിരിക്കുമല്ലോ. നമ്മളൊക്കെ അത് കഴിച്ചിട്ടുള്ളതല്ലയോ. അതേ ഒരു കഷണം മാങ്ങ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കിലോ അരിയുടെ ചോറ് അന്ന് കഴിക്കുമായിരുന്നു. ഞങ്ങളതിനെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളതിനെ പിന്നെ കേടുകൂടാതെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണിത്, ഒരു ജ്യൂസാണിത്. നമുക്ക് 4 തരം ജ്യൂസാണുള്ളത്. 4 തരം ജ്യൂസ്. ഒന്നാമത്തേത് 15 ന്യൂട്രീഷൻ ജ്യൂസ് എന്ന് പറയും. എല്ലാ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ട്. നമ്മളത് പറ്റി പരിശോധിച്ച ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എനർജി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയതാണ്. മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു തരം ജ്യൂസാണിത്. ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാം. നമ്മളൊരു ചെറിയ പനിയായാലും വരണമെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് ആ പനിയായാലും വരുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിക്കുമ്പോൾ നമുക്ക് പിന്നെ രോഗങ്ങൾ കയറി അടുക്കത്തില്ല. രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി ഭേദം രോഗം വരാതെ ഇരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെന്നുള്ളത് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതേ വല്ലപ്പോഴും ഒരു സ്പൂണ് കഴിച്ചു കഴിഞ്ഞാൽ ആ ആളിനൊരു പനി പോലും ഒരിക്കലും വരത്തില്ലെന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു. അത് കഴിച്ചവർ തന്നെ അങ്ങനെ പറയുന്നു. ഞാനും പ്രത്യേകിച്ച് എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേൽ ഒരു സ്പൂണൊക്കെ കഴിക്കുന്നത് കൊണ്ട് എനിക്കൊരു പനി പോലും ഇല്ല. എന്നെ നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തു, എനിക്കൊരസുഖവുമില്ല. ഞാനീ പറയുന്നത് ഡോക്ടർമാർ കേൾക്കുന്നുണ്ടാവും. എന്നെ പരിശോധിച്ച റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരാതിരിക്കുന്നതിനുള്ളതായ ഒരു ജ്യൂസ്. അത് നമ്മുടെ രക്തത്തിലെ കൊഴുപ്പ് കുറയുന്നതാണ്. രക്തത്തിലെ കൊഴുപ്പ് കുറയുമ്പം ഈ പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഒന്നും നമുക്ക് കയറി വരത്തില്ലല്ലോ. രക്തത്തിലെ കൊഴുപ്പ് കൂടുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ അത് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് ഈ ഷുഗറിൻ്റെ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതാണ്. ഇത് കയ്പ്പാണ്, ഈ ജ്യൂസ് കയ്പ്പാണ്. ഈ കയ്പ്പ് ചെല്ലുമ്പോൾ ഷുഗർ കയറി പിടിച്ചിട്ടുള്ള ആളിൻ്റേതായ ദേഹത്തെ പിന്നെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളതായ മധുരത്തിൻ്റെ, അതായത് സ്റ്റാർച്ച്, അതായത് ഷുഗർ, ആ ഷുഗർ കുറയും. ഈ കയ്പ്പെന്ന് പറയുന്നത് ഈ കയ്പ്പ് ചെല്ലണം നമ്മുടെ ദേഹത്ത് കയറി കൂടിയ മധുരം പോകണമെങ്കിൽ, അങ്ങനെയുള്ളതാണിത്. ഇത് 48 കൂട്ടം നമ്മൾ കഴിക്കുന്നതായ ലീവ്സ്, ഫ്രൂട്ട്സ്, പ്ലാന്റ്സ്, പിന്നെ അങ്ങാടി മരുന്ന് ഒരുപാടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളതിനെ കേടുകൂടാതെ ഈ പറഞ്ഞ പോലെ പരുവത്തിലാക്കി എടുത്ത് ഭരണിക്കകത്തൊഴിച്ച് അതിൻ്റെ ലെവലിലായി വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. കണ്ടില്ലേ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുന്നത്. ഇത് ഒരു അരിഷ്ടമോ കഷായമോ അല്ല. ഇത് തെളിഞ്ഞ് നല്ല കണ്ണാടി പോലെ ഇരിക്കുന്ന ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും, ഉറപ്പായിട്ടും കുറയും. പിന്നെ ഷുഗറിൻ്റേതായ പാർശ്വഫലങ്ങളുള്ള ആൾക്കാർക്കൊക്കെയും ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് എനർജിയും കാര്യങ്ങളും ഒക്കെയായി അവർ എഴുന്നേക്കാൻ വയ്യാത്ത ആൾക്കാർ എഴുന്നേറ്റിരിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ ലാസ്റ്റിൽ ഒരെണ്ണം ഉള്ളത് മൂത്രസംബന്ധമായ അസുഖങ്ങൾ. ഈ മൂത്രസംബന്ധമായ ചില അസുഖങ്ങൾ ആൾക്കാർക്കുണ്ട്. നമുക്കതിനുള്ളതായ മരുന്നുകളൊന്നുമില്ല. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഈ ആന്ത്രവായുവിൻ്റെ പ്രശ്നവും പ്രോസ്പറേറ്റ് ഗ്രന്ഥിക്ക് കട്ടി കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, മൂത്രം പോകത്തില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ലെവലായിട്ട് പോകും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മത്തങ്ങാക്കുരുവാണ്. അപ്പോൾ അത് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല. മത്തങ്ങ ആർക്കും കഴിക്കാവുന്നതാണ്. മത്തങ്ങയുടെ കുരു വെച്ച് വേറെ ഒരുപാട് സാധനങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ മൂത്രത്തിൻ്റെ. അതിന് പ്രോസ്റ്റോ ന്യൂട്രീഷൻ പിന്നെ ജ്യൂസ് എന്നാണ് പേരിട്ടത്. ഒരു കെമിക്കൽസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഭരണിക്കകത്ത് ഇത് ഒഴിക്കാൻ ഒക്കത്തില്ല. ഇതിലെ ലെവലായി വരുന്നത് ഈ ഭരണിയിലാണ്. കെമിക്കൽസ് പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ണാടി പോലെ ഒരിക്കലും തെളിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഇതാർക്കും കഴിക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയും കഴിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വയസ്സൊക്കെ ആയ കുഞ്ഞിന്
പനിയൊക്കെ മാറാതെ നിൽക്കുവാണെങ്കിൽ ഇതിൽ ഒരു ഒരു 10 തുള്ളി എടുത്തിട്ട് പനങ്കൽക്കണ്ടം പൊടിച്ചിടണം. പനങ്കൽക്കണ്ടം പൊടിച്ചിട്ട് സ്പൂണിൽ ചാലിച്ചിട്ട് ആ കുഞ്ഞിന് കൊടുക്കാമെങ്കിൽ ആ കുഞ്ഞിനൊരു പനി പോലും വരത്തില്ല. നമ്മളിതെല്ലാവർക്കും കൊടുത്തിട്ടുള്ളതും പരീക്ഷിച്ചിട്ടുള്ളതും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അവർക്കിത് സിദ്ധൌഷധം തന്നെയാണ്. അവർ ഈ 1-ാം നമ്പരും കഴിക്കണം, 3-ാം നമ്പരും കഴിക്കണം. നമ്മൾ ഓരോന്നിനും 1, 2, 3, 4 എന്ന് പേരിട്ടിട്ടുണ്ട്. 1-ാം നമ്പർ പൊതിനഞ്ച് ന്യൂട്രീഷൻ ജ്യൂസ്, 2-ാം നമ്പർ പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് ന്യൂട്രീഷൻ ജ്യൂസ് എന്ന് പറഞ്ഞ് 2-ാം നമ്പർ ആ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കുന്നതാണ്. പിന്നെ 3-ാം നമ്പരാണ് പിന്നെ ഷുഗർ ഫ്രീ ന്യൂട്രീഷൻ ജ്യൂസ്. പിന്നെ 4-ാം നമ്പർ പ്രോസ്റ്റോൺ ന്യൂട്രീഷൻ ജ്യൂസ്. അങ്ങനെ 4 തരം ജ്യൂസാണ് ഉള്ളത്. ഈ ക്യാൻസറിൻ്റെ അസുഖങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അതിന് ഫ്രീ ആയിട്ട് ന്യൂട്രീഷൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. എനിക്ക് അതുപോലുള്ള ഒരു 10 പേരെയെങ്കിലും കൊടുക്കത്തക്ക പോലെ എനിക്ക് കിട്ടിയാൽ ഞാനത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. നമുക്ക് അവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവരൊക്കെ ഒരു കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണല്ലോ. പക്ഷേ ഇതേലൊരു ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കതുകൊണ്ട് എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഏതൊരു അസുഖക്കാരും 1-ാം നമ്പരും കഴിക്കണം. പിന്നെ അവരുടെ രോഗത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ചോദിച്ചാൽ ഞങ്ങൾക്ക് രോഗങ്ങളില്ല. നിങ്ങൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ആശുപത്രി നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പനിയോ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ജ്യൂസ് നിർമ്മിച്ച് കഴിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് എല്ലാവർക്കും ഫ്രീ ആയിട്ടും കൊടുക്കുമായിരുന്നു. അവരും പറയുന്നുണ്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ദൈവാനുഗ്രഹം കിട്ടിയ പറയണോ വേണ്ട. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചാടാ ഇത് പിന്നെ എനിക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ഞാൻ പെൻഷനായ ഒരാളാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലയോ, നമ്മളങ്ങനെ വെറുതെ ഇരുന്നാൽ നമുക്ക് സമയം പോത്തില്ല. ഒന്നത് രണ്ടാമത് ഇല്ലാത്ത അസുഖങ്ങൾ കയറി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഇതൊന്ന് ചെയ്ത് നോക്കി മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കി പല ആൾക്കാർക്കും ഫ്രീ ആയിട്ട് കൊടുത്ത ആൾക്കാരെല്ലാവരും പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ, ഇതൊന്ന് ഒരു ബിസിനസ്സാക്കി എടുക്കുക, നിങ്ങൾക്കതൊരു കാര്യമല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് നമ്മളതിനെപ്പറ്റി നമുക്ക് അത്ര കാര്യം ഗൗരവമൊന്നും ഇല്ലായിരുന്നു. ഇത് വൈനെന്നുള്ള ആ ഒരു രൂപസാദൃശ്യം വന്നപ്പോൾ നമ്മൾ ആദ്യം ഇത് എക്സൈസ് ഓഫീസിൽ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ന്യൂട്രീഷൻ ജ്യൂസായിട്ട് നിങ്ങൾ വിറ്റോളാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടുകൊണ്ട്. അതിനുശേഷം ഞാൻ എന്തോ ചെയ്തു, ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തു. പിന്നെ ഇത് പരിശോധിച്ചു കൊണ്ടുപോയി ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ട് പരിശോധിച്ചു. പിന്നെ എനർജിയൊക്കെ നല്ല കൂടുതലുള്ള സാധനങ്ങളാണ്. എനർജി കാര്യങ്ങൾ, പിന്നെ പ്രോട്ടീനുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, എല്ലാം ഒരു മനുഷ്യശരീരത്തിന് വേണ്ടതായ സകല സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മളത് ആ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു നല്ല സാധനമായിട്ട് നിങ്ങളിത് വിൽക്കണം, ഇത് നല്ല സാധനം, മനുഷ്യ ശരീരത്തിന് രോഗങ്ങളെ തടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അസുഖമുണ്ടോ? ഞാൻ പറയില്ല, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് കഴിക്കുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അസുഖമില്ലാത്ത. എനിക്ക് അസുഖമില്ല. ഇവിടെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾക്ക് 4 പേർക്കും അസുഖങ്ങളില്ല. നമ്മളിത് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങളില്ലാത്തത്. പിന്നെ നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചെന്നാൽ ഇനി ബിസിനസ്സായിട്ട് ഇറക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ബിസിനസ്സായിട്ട് ഇറക്കി. ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ അതേ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഞങ്ങളൊരു മായവും ചേർക്കത്തില്ല, ഒരിക്കലും ഒന്നും ചേർക്കത്തില്ല. മുമ്പോട്ട് തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഷുഗർ കൊണ്ട് വലയുന്ന കേരളത്തിലെ ജനം മൈലപ്രയിലേക്ക് വന്നാൽ മതി. ഷുഗറുള്ള ആൾക്കാർ ഇപ്പോൾ ഇത് കുറച്ച് നല്ലതായിട്ട് നല്ല കഴിക്കുന്ന ആൾക്കാരെല്ലാം വന്ന് വാങ്ങിച്ചിട്ട് അവർ പറയുന്നുണ്ട് ഇത് ഷുഗർ കുറയുന്ന സാധനമാണ്. ഇതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒരു മനുഷ്യർക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് കഴിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ചോറ് കഴിക്കാൻ പാടില്ല. ഈ ചോറിനകത്താണ് സ്റ്റാർച്ച് കൂടുതൽ. ആ സ്റ്റാർച്ച് ചെല്ലുമ്പോഴാണ് വീണ്ടും ഷുഗർ ആളിൻ്റെ കൂടുന്നത്. പിന്നെ മദ്യപിക്കാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ ഷുഗർ രോഗികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഴയ കാലത്തെ ഫുഡിലേക്ക് അവർ തിരിഞ്ഞ് ചെല്ലണം. ഇന്നത്തെ ഫുഡ് കുറച്ചുകൊണ്ട് പഴയ കാലത്ത് ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കും ചോറ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് വയറ് നിറയുന്നതെന്ന്. ഈ അന്നത്തെ കാലത്തൊക്കെ ചോറില്ലാത്ത സമയത്തൊക്കെ കൂടുതൽ ആൾക്കാരും നമ്മുടെ പറമ്പിലുള്ള ഈ കപ്പളങ്ങ തോരൻ വെച്ച് ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കുമായിരുന്നു. അത് വയറ് നിറയാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. അതുപോലെ തന്നെ ചേന, പിന്നെ ചക്കയ്ക്കകത്തൊക്കെ ഇൻസുലിൻ ധാരാളമുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗമില്ലാതെ നിൽക്കാമല്ലോ. ഇന്നത്തെ കാലത്തെ ഈ പുതിയ ഫുഡ് കൊണ്ടാണ് മനുഷ്യർക്ക് രോഗങ്ങൾ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതേ രീതിയിൽ മുമ്പോട്ട് പോകാമെങ്കിൽ വല്ലപ്പോഴും ഈ ജ്യൂസും കഴിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ കംപ്ലീറ്റ് അസുഖവും മാറും. നമ്മൾ പിന്നെ ഇത് പുകഴ്ച പറയുന്നതൊന്നുമല്ല. ഇതാർക്കും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒരു ദോഷഫലങ്ങളും ഉണ്ടാകുന്നതല്ല ഇത്.